എന്താണ് മെൻസ്കൽ ട്രാൻസ്പ്ലാന്റ്? മെൻസ്കൽ ട്രാൻസ്പ്ലാന്റിലൂടെ നമ്മുടെ ജോയിന്റ് പ്രിസർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നമസ്കാരം, ഞാൻ ഡോക്ടർ അങ്കിത് ജോസ്, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ, ആർത്രോസ്കോപ്പി ആൻഡ് ജോയിന്റ് പ്രിസർവേഷൻ സർജൻ. നമ്മുടെ മുട്ടിന് തേയ്മാനം വരുമ്പോൾ എന്ത് സംഭവിക്കും? മുട്ടിന്റെ അകത്തെ പാട അല്ലെങ്കിൽ മെൻസ്കസ്, അതാണ് രണ്ടെല്ലും ഒരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സംടൈംസ് ആ പാടയ്ക്ക് കീറൽ സംഭവിക്കുകയോ ആ പാട ടേറാവുകയോ ചെയ്യുമ്പോൾ അത് ആണ് തേയ്മാനം മുമ്പിലോട്ട് കൂട്ടാൻ ഒരു ഫാക്ടർ വരുന്നത്. നമ്മൾ പണ്ടൊക്കെ മെൻസ്കസ് സർജറി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അത് എടുത്തു കളയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടാണ് മെൻസ്കൽ റിപ്പയർ അല്ലെങ്കിൽ മാക്സിമം മെൻസ്കസ് നമ്മൾ പ്രിസർവ് ചെയ്യാൻ നോക്കും. എന്താണ് അപ്പം മെൻസ്കൽ ട്രാൻസ്പ്ലാന്റ്? ഈ മെൻസ്കസ് സിവിയർ ഇഞ്ചുറി കാരണം അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത് എടുത്തു കളഞ്ഞ ഒരു പേഷ്യൻസിന് പിന്നീട് മേ ബി ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് മുട്ടുവേദന അനുഭവപ്പെടുകയോ ചെയ്യുമ്പോൾ കാർട്ടിലേജിന് തേയ്മാനം വരുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ആ മെൻസ്കസിന്റെ ഒരു ആബ്സെൻസ് കാരണമായിരിക്കും മുട്ടിന് വേദന അനുഭവപ്പെടുക. അങ്ങനത്തെ കേസസ് സെലക്റ്റീവായിട്ട് കാർട്ടിലേജ് ഇൻടാക്റ്റ് ആയി മെൻസ്കസ് ഇല്ലാത്തത്, മെൻസ്കസ് ഇതിനു മുമ്പ് സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞ കേസസ്, പേഷ്യൻറ്റിൻ്റെ ഏജ്, ബോഡി മാസ് ഇൻഡെക്സ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ഒരു മെൻസ്കൽ ട്രാൻസ്പ്ലാന്റ് ആ പേഷ്യൻറ്റിന് വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് അഡ്വൈസബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഫോർ ഫർദർ സച്ച് ഹെൽത്ത് ടിപ്സ് ഫോളോ മീ.